ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ MP ഫണ്ട് മാർഗരേഖ പ്രകാരം അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഡോക്ടർ ശശി തരൂർ ഇന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇത് പ്രമാണിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഒരു കത്തയച്ചു കൊടുത്തിട്ടുണ്ട്. വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് MP മാർക്ക് തങ്ങളുടെ ഫണ്ടിൽ നിന്ന് ധനസഹായം ചെയ്യാൻ ഇത് ആവശ്യമാണ്, ഇത്തരമൊരു ഓർഡർ ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. എന്തായാലും ആഭ്യന്തരമന്ത്രി അത് പരിഗണിക്കുമോ എന്നറിയില്ല. ഇങ്ങനെ ആയാൽ MP മാർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ എളുപ്പമാകുമെന്നാണ് ഡോക്ടർ തരൂരിൻ്റെ പക്ഷം. ഒരുപാട് പേർ പല വാർത്തകളും സത്യമാണോ ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അതിലൊന്നാണ് തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ അകമലയിൽ എന്തോ സംഭവം ഉണ്ടാകും, അത്യാഹിതം ഉണ്ടാകും, അതുകൊണ്ട് അവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞു എന്ന രീതിയിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ പ്രതിനിധി ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം ജില്ലാ ഭരണകൂടം നടത്തിയിട്ടില്ല. അത് ആളുകൾ പ്രചരിപ്പിക്കുന്ന വാർത്തയായിട്ട് മാത്രമാണ് ജില്ലാ ഭരണകൂടം കാണുന്നത്. ഇത്തരം വാർത്തകൾ പരമാവധി പ്രചരിപ്പിക്കാതിരിക്കാനാണ് ആളുകൾ ഈ അപകടത്തിൻ്റെ മുൻപിൽ ശ്രമിക്കേണ്ടത് എന്നാണ്. കാര്യം കോരിച്ചൊരിയുന്ന മഴ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ പെയ്തു വരികയാണ്. ഏറ്റവും തോരാത്തൊരു ദുഃഖത്തിൻ്റെ മഴയായിരുന്നു വയനാട്ടിൽ പെയ്തെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഴയിലും കാലാവസ്ഥയിലും കാര്യമായ മാറ്റം വന്നിരിക്കുന്ന ഇന്നും നാളെയും ഒന്നും ഇത്തരം കെട്ടുകഥകൾ പ്രചരിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ആളുകൾ വിശ്വസിക്കുമെന്ന് കരുതി സോഷ്യൽ മീഡിയ വഴിയോ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ വഴിയോ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ മാത്രമല്ല ഈ മഴക്കാലമായതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കണം. കടക്കാവിൽ തന്നെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പാമ്പ് കടിയേറ്റു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്.